അതാണ് വസ്തുത. ഞങ്ങൾ പറയുന്നത് തെളിവാണ്. നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾക്ക് ഇഷ്ടല്ലേ നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾ കേട്ടോളൂ. ആരിവിടെ നിർബന്ധിക്കുന്നത്? ഇന്ത്യ രാജ്യം. മാവിലായിക്കാരൊന്നുമല്ല ഇവിടെ ആരും. ഇന്ത്യ രാജ്യമാണിത്. ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഭരണഘടന, ഫണ്ടമെന്റൽ റൈറ്റ്, മൗലികാവകാശം നൽകി ഏതൊരു പൗരനും നിരീശ്വരവാദി, അള്ളാന്റെ ഭൂമിയിൽ ജീവിച്ച് അള്ളാന്റെ വായു ശ്വസിച്ച് അള്ളാന്റെ വെള്ളം കുടിച്ച് അള്ള കൊടുത്ത നാവ് കൊണ്ട് സംസാരിക്കുന്ന നിരീശ്വരവാദി അല്ലല്ല എന്ന് പ്രസംഗിക്കുന്നു. ആ സ്റ്റേജ് ഇന്ന് വരെ സമസ്തക്കാർ കയ്യേറിയിട്ടില്ല. അത്ഭുതം. പോയിന്റാണ്, നോട്ട് ചെയ്യണം. അല്ലല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാ, ഒരു പ്രശ്നമില്ല. സ്റ്റേജ് വരെ ചിലപ്പോൾ കെട്ടിക്കൊടുക്കും. അല്ല മാത്രമേ ഉള്ളൂ, അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ. അടിച്ചാൽ ശരിയാക്കും. എങ്ങനെയുണ്ട് ഇത്? അള്ള ഖുർആനിൽ പറഞ്ഞ വേങ്ങരയിൽ തുടക്കത്തിൽ തന്നെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അടിയുണ്ടാക്കി. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അടിയുണ്ടാക്കി. അതിനായിട്ടൊരു ടീം. എന്തൊരു കഷ്ടമാണ്, എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ ആലോചിച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദർശം, ഞങ്ങൾ ആരെയും തല്ലേണ്ട കാര്യമല്ല. തല്ലാതെ തന്നെ നാവുകൊണ്ട് പറഞ്ഞാൽ മതി, ജനങ്ങൾക്ക് മനസ്സിലാവും. തല്ലി തോൽപ്പിക്കൽ ആരറിയോ? തോറ്റ പാർട്ടിക്കാരാ. കൂക്കുമ്പോഴോ ആരുടെ പണിയാ? ഇത് ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ട ഖുർആനിലൊരു വചനുണ്ട്. അതായത് റസൂലുള്ള ഖുർആൻ ഓതി അങ്ങാടിയിൽ, ഉഖാദയിൽ, ദുൽമജാസിൽ, മജന്നായിൽ നിൽക്കുന്നിടത്തും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ആളെ കണ്ട അവിടെയൊക്കെ ആയത്തോതി പ്രബോധനം ചെയ്യും. സൂറത്തിന്റെ നെജ്മൊക്കെ ഓതിയിട്ടേ വിശുദ്ധ ഖുർആനിലെ സുജൂദിന്റെ സ്ഥലത്തിയപ്പോ ഇസ്ലാമിനെ ശക്തമായി എതിർത്ത മുശ്രിക്കുകൾ വരെ എന്ത് ചെയ്തു? ഒറ്റ സുജൂദിൽ വീഴല. വയലത്തൂർ തങ്ങള് ദർഗന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത സുജൂദല്ല, അബൂജഹൽ പോലും അപ്പൊ സുജൂദ് ചെയ്തു. മനസ്സിലായില്ലേ? എന്താ പ്രശ്നം? കാര്യങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കി ഖുർആൻ ഓതി കൊടുത്തു.